എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ രസകരമായ ഒരു കോൺവെർസേഷൻ വന്നു. അതിനകത്ത് എൻ്റെ ഇളയ കൊച്ച് മകള് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ അത് വളരെയധികം സ്വാധീനിച്ചു. അതുകൊണ്ട് അത് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളന്ന് സംസാരിച്ചത് മോശയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മ, മോശയ്ക്ക് ഒരു ദൈവവിളി ഉണ്ടെന്നുള്ളത് മോശയ്ക്ക് പണ്ട് മുതലേ അറിയായിരുന്നു. ആ ദൈവവിളി അകത്ത് കിടപ്പുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് 40-ാമത്തെ വയസ്സിൽ തൻ്റെ ജനത്തെ കാണാനായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയത്, അല്ലേ? ആ വിളി ഉണ്ടെന്നുള്ളത് അറിയാം. ഞാൻ പറഞ്ഞു, ശരിയാ, വിളി ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ അവൾ പറഞ്ഞ, പക്ഷെങ്കിൽ ആ മനുഷ്യന് എന്ത് വേദന വന്നു കാണും അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നപ്പോൾ. ആ ഓടിപ്പോകാൻ കാരണക്കാരനായത് ആരാ? സ്വന്തം നാട്ടുകാരൻ. ആരെ സഹായിക്കാൻ പോയോ അതേ വ്യക്തിയാണ് മോശയെ വേദന എടുപ്പിച്ച് അവിടുന്ന് ആ ദേശം വിട്ട് ഓടേണ്ട അവസ്ഥയിലേക്ക് നയിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞ 2 കാര്യം. ഒന്ന്, ആ മനുഷ്യൻ ഉപയോഗിച്ച വാക്കുകൾ ഓർത്തോ. ഹൂ മെയ്ഡ് യു എ റൂളർ ആൻഡ് എ ജഡ്ജ് ഓവർ അസ്? നിന്നെ ആരാണ് ഞങ്ങളുടെ മേളിൽ പ്രഭുവും ന്യായാധിപതിയും ആക്കിയത്? അന്ന് മോശനെ കളിയാക്കി ചോദിച്ചത്, നീ ആരാടാന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ ആ ചോദ്യത്തിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യായാധിപതി എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. രണ്ടാമത്തെ, നിന്നെ ആരാണാക്കിയത്? അതായത് മോശയെ കളിയാക്കുക മാത്രമല്ല, മോശയെ വിളിച്ച ദൈവത്തെ പോലുമാണ് അയാൾ അവിടെ ചോദ്യം ചെയ്തത്. മോശ ഒന്നും മറുപടി പറയാൻ പോയില്ല. വേണമെങ്കിൽ മോശയ്ക്ക് പറയാതെ, നമ്മളൊക്കെ ന്യായീകരണം പറയുന്ന പോലെ മോശയ്ക്ക് വേണേൽ പറയാമായിരുന്നു, എൻ്റെ മേളിൽ അങ്ങനെ ഒരു വിളിയുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇനിയിപ്പം നിന്നെ സഹായിക്കാൻ വന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ദൈവം എന്നെ ഈ കൊട്ടാരത്തിൽ വളർത്തിയത്, എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. പക്ഷെ മോശ ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് അങ്ങ് പൊക്കളഞ്ഞു. ആ ദേശം വിട്ട് ഓടേണ്ട അവസ്ഥ വന്നു. പക്ഷെങ്കിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് തക്ക സമയത്ത് മോശയെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇവരെ ഇവിടുന്ന് രക്ഷിക്കുകയാണ്. രക്ഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ 18-ാം അധ്യായത്തിൽ കൊച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. 18-ാം അധ്യായം എത്തുമ്പോഴത്തേക്കിനുവേ ഇദ്ദേഹം ഏത് വാക്ക് വെച്ച് കളിയാക്കിയോ? എന്തു വെച്ചാൽ കളിയാക്കിയ? നിന്നെ ആരാണ് ഞങ്ങളുടെ മേളിൽ ന്യായാധിപതിയാക്കിയത്? അതേ വാക്ക് വെച്ച് ദൈവം മോശയെ അങ്ങ് മാനിച്ചു. അവിടെ 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം എത്തുമ്പോഴത്തേക്കിനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളെല്ലാം വന്ന് ലൈനിൽ നിൽക്കുക. എന്തിനാ? മോശയുടെ മുന്നേ. മോശ അവിടെ ഇരിക്കുക ന്യായം വിധിക്കാൻ, ഇവർക്ക് ന്യായപാലനം ചെയ്യാൻ. ഓരോരുത്തരും വന്ന്, അപ്പം അവൾ ഏത് വാക്ക് വെച്ച് അപമാനിച്ചോ അതേ വാക്ക് വെച്ച് ദൈവം മാനിച്ചു. സ്തോത്രം. 2-ാമത്തെ കാര്യം അവൾ പറഞ്ഞു ഇച്ചിരി രസകരമായിരുന്നു, പക്ഷെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവൾ പറഞ്ഞേ, അമ്മ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ മനുഷ്യൻ്റെ അവസ്ഥ അന്നൊന്ന് ഓർത്ത് വയ്ക്കും. ഞാൻ പറഞ്ഞു, അയാളുടെ എന്താ അവസ്ഥ? അപ്പോൾ അവൾ പറയാം, അല്ലല്ല, അയാൾ വഴക്കാളിയാണ്. അയാൾ അന്ന് വഴക്കിട്ടുകൊണ്ടാണ് മോശയ്ക്ക് അവിടെ ഓടിച്ചെല്ലേണ്ടി വന്നത്. അപ്പോൾ ആ വഴക്കാളിയുടെ സ്വഭാവം മാറാൻ ചാൻസ് ഇല്ല, അയാൾ എപ്പോഴും വഴക്കാളിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 18-ാം അധ്യായത്തിലും ന്യായപാലനത്തിന് വേണ്ടി അവിടെ ചെന്ന് കാണും. അവിടെ ചെല്ലുമ്പോൾ അയാളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കുക. പണ്ട് കളിയാക്കിയതല്ലേ, എങ്ങനെയായിരിക്കും മോശയുടെ മുഖത്തോട്ട് നോക്കിയത്? താഴോട്ട് നോക്കി ചിലപ്പോൾ അയ്യോ ദൈവമേ എന്നെ തിരിച്ചറിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിപ്പുണ്ടായിരിക്കും. കൊച്ചു പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഒത്തിരി ചിരി വന്നു. ഞങ്ങൾ ചിരിച്ചു. പക്ഷേ അവൾ പറഞ്ഞ കാര്യം വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമ്മളെ ആര് കളിയാക്കിയാലും, ദൈവവിളിയുള്ള ഒരു വ്യക്തിയെ ആരെങ്കിലും വലിച്ച് താഴെയിടാൻ നോക്കിയാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവരോട് തിരിച്ചൊന്നും പറയാൻ പോകണ്ട. മോശ ചെയ്തതുപോലെ എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊന്നും പറയാൻ പോകേണ്ട ആവശ്യമില്ല. മിണ്ടാതിരുന്നാൽ മതി. തക്ക സമയത്ത് ദൈവം തിരിച്ചു കൊണ്ടുവരികയും ആ കളിയാക്കിയവരുടെ മുൻപിൽ അവരേത് വാക്ക് വെച്ച് കളിയാക്കിയോ, നീ എന്നാ ന്യായാധിപതിയാണോ എന്ന് ചോദിച്ചാൽ ദൈവം ന്യായാധിപതിയാക്കും. നീ എന്നാ ഡോക്ടറാവാൻ പോവാണോടോ എന്ന് ചോദിച്ചാൽ അവരുടെ മുന്നേ ദൈവം ഡോക്ടറാക്കും. ദൈവം വിശ്വസ്തനാണ്. അത് മാത്രമല്ല, ഏത് വാക്ക് വെച്ച് കളിയാക്കിയോ അതേ വാക്കും കൊണ്ട് ദൈവം മാനിക്കും. ആര് കളിയാക്കിയോ അവരുടെ മുൻപിൽ ദൈവം മാനിക്കും. ദൈവമാണ് വിളിച്ചതെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും ദൈവം കാണിക്കും. അവിടെ ചോദ്യം ചെയ്തത് ദൈവത്തെയാണ്. നിന്നെ ആരാക്കി? ദൈവം കാണിച്ചു കൊടുത്തു, ഞാനാണ് ഇവനെ ആക്കിയെന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. കാരണം ഒരു വിളിയുള്ളവൻ്റെ മേലിൽ എന്തായാലും മറ്റുള്ളവർ കളിയാക്കും. പിശാച് ആൾക്കാരെ ഉപയോഗിക്കും വലിച്ച് താഴെയിടാൻ. അതിനകത്ത് വീണ് പോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ടിരുന്നാൽ ദൈവം തക്ക സമയത്ത് ഉയർത്തുക മാത്രമല്ല, ദൈവം മാനിക്കും. ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. കളിയാക്കിയവരുടെ മുൻപിൽ തന്നെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.